മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ഇഫക്റ്റിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഭിമന്യു ഇഫക്റ്റ് എന്ന് പഠിച്ചു. ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് നല്ല സംഗീതം, നല്ല തരത്തിലുള്ള മെസ്സേജസ്, മന്ത്രങ്ങൾ, അതെല്ലാം കാര്യമായിട്ട് സ്വാധീനിക്കും. ആ സ്വാധീനത്തിന് പറയുന്ന പേര് അഭിമന്യു ഇഫക്റ്റ്. ഇനി രണ്ടാമത്തെ ഒരെണ്ണമുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഇഫക്റ്റാണ് ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതും വെസ്റ്റിലുള്ളത് തന്നെയാണ്. ഭാരതത്തിന്റെ ചിന്താധാരകൾ എടുത്തിട്ട് അവർ ചെയ്യുന്നത് മാത്രം. നമ്മുടെ യോഗ എങ്ങനെയാണോ അവരെടുത്തത്, നമ്മളുടെ പിഴിച്ചില് മാസേജ് എന്ന് പറഞ്ഞ് എങ്ങനെയാണോ അവരെടുത്തത്, നമ്മുടെ ആയുർവേദത്തെ എങ്ങനെയാണോ അവര് നാച്ചുറോപ്പതിയാക്കിയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്, ആയുർവേദത്തിലെ ഒരു ശ്ലോകത്തെ ന്യൂ ഏജ് തെറപ്പി ആയിട്ട് ഞാൻ പിന്നീട് വിവരിക്കാതെ എങ്ങനെയാണോ അതെടുത്തത്, അതേപോലെ രാമായണത്തില് സുഗ്രീവൻ സീതാന്വേഷണത്തിനായിട്ട് എല്ലാവരോടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ഓരോരുത്തർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇപ്പൊ ജാംബവാൻ പറഞ്ഞു, ചരിത്രമാണ്, കഥയാണ്, ചിന്തയാണ്, വിശ്വാസമാണ്, ഏതുമാവട്ടെ, ഹനുമാന് മാത്രമേ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഭാരതവും ലങ്കയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കടലിൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഹനുമാനോട് ഇത് പറഞ്ഞപ്പോൾ ഹനുമാൻ ഒരു കാരണവശാലും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കതിന് യാതൊരു കഴിവുമില്ല, വളരെ ഒതുങ്ങിക്കൂടി വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഹനുമാൻ. അങ്ങനെ നമ്മളുടെ സമൂഹത്തിൽ ധാരാളം കുട്ടികളുണ്ട് വളരെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന, പക്ഷെ അവർക്ക് ഡ്രോയിങ്ങിന് കഴിവുണ്ടാവും, പാട്ട് പാടാൻ കഴിവുണ്ടാവും, പെൻസിൽ സ്കെച്ച് പെൻസിൽ ഉപയോഗിക്കാൻ കഴിവുണ്ടാവും, ചിലപ്പോൾ അവർക്ക് ക്ലേ മോഡലിംഗ് നടത്താൻ കഴിവുണ്ടാവും, ചിലപ്പോൾ മാത്തമാറ്റിക്സിൽ കഴിവുണ്ടാവും. എല്ലാ അമ്മമാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മാതാപിതാക്കളോടും, നിങ്ങളുടെ മക്കൾക്കുള്ള പ്രത്യേക കഴിവ് നിങ്ങൾ കണ്ടുപിടിക്കണം. അവരെ നല്ല സ്നേഹത്തോടു കൂടി ഒരു കൂട്ടുകാരനെ പോലെ ഡീൽ ചെയ്തിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടോ, കവിത ചൊല്ലാൻ കഴിവുണ്ടോ, കവിത എഴുതാൻ, കഥ എഴുതാൻ കഴിവുണ്ടോ, ഇതാണ് അന്വേഷിക്കേണ്ടത്. 98 മാർക്ക് കിട്ടിയോ 99 മാർക്ക് കിട്ടിയോ എന്നല്ല അന്വേഷിക്കേണ്ടത്. അത് ചിലപ്പോൾ കൂടിയിരിക്കും, കുറഞ്ഞിരിക്കും. ഏതായാലും ഒരു കെനിയൻ കുക്ക്, പാചകക്കാരന്റെ മകന്റെ മകൻ അമേരിക്കൻ പ്രസിഡന്റ് ആവാമെങ്കിൽ, ഒരു ചായക്കടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാമെങ്കിൽ, ഒരു അമ്പലത്തിലെ തനി പൂജാരിക്ക് 25 വർഷം MP-യും പിന്നെ ഉത്തർപ്രദേശിലെ 22 കോടി ജനതയുടെയും മുഖ്യമന്ത്രി ആകാൻ സാധിക്കുമെങ്കിൽ, ഒരു മുക്കുവ കുടിലിൽ ജനിച്ച വ്യക്തിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ സാധിക്കുമെങ്കിൽ, ഈ 97-98 മാർക്ക് കിട്ടലല്ല ഇമ്പോർട്ടന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് മാത്രമല്ല ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഈ കുട്ടികളുടെ കഴിവിനെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ജാംബവാനും കൂട്ടത്തിലുള്ളവരും ഹനുമാനെ ചെയ്തത് അതാണ്. നിനക്കാണ് കപ്പാസിറ്റി ഉള്ളത്, നീ അങ്ങനെ ചെയ്തവനാണ്, നീ ചെറുപ്പത്തിൽ ഇതേപോലെ ചെയ്തവനാണ്, നിനക്ക് ഈ കഴിവുണ്ട്, ആ കഴിവുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആർട്ടിഫിഷ്യൽ ആവരുത്, നാച്ചുറൽ ആവണം, വളരെ ഫാസ്റ്റ് ആവരുത്, സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് ആവണം. കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഇംഗ്ലീഷിലില്ല. വളരെ സ്റ്റഡി ആവണം. മക്കൾക്ക് തോന്നണം ഇത് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണെന്ന് തോന്നണം. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം നോക്കൂ, 18 ദിവസം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ കുട്ടിയിൽ വളരെ കാര്യമായിട്ട് മാറ്റം വരും. അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാവും. അതിനൊരു പ്രത്യേക ടൈം ടേബിൾ വെച്ചിട്ട്, ഒരു പ്രത്യേക ടൈം വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് ജീവിതത്തിന്റെ ഭാഗം. ഊണ് കഴിക്കുമ്പോൾ, ദോശ ചുടുന്ന സമയത്ത്, അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിനക്ക് കഴിവുണ്ട്. എൻ്റെ മകളോടൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുണ്ടാവുന്ന വ്യത്യാസമുണ്ടല്ലോ. അവർക്ക് അപകർഷതയൊന്നുമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്. ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ചെറിയ അച്ചീവ്മെന്റുകളെ ഞാൻ പുകഴ്ത്താറുണ്ട്.
അതവർക്ക് ഇഷ്ടമാണ്, ലോകത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതങ്ങനെ ആ അപകർഷതയുള്ള കുട്ടിക്ക്, പരാജയ ഭീതിയുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ ആത്മവിശ്വാസം കുറവുള്ള വ്യക്തിക്ക് ഈ അപ്രീസിയേഷനും ഈ മോട്ടിവേഷനും അസാധാരണമായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നിരന്തരം ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. ഇടയ്ക്ക് ജീവിത സത്യവും പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, ജയമുണ്ട്, പരാജയമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ പ്രയത്നിച്ചാൽ, പ്രവർത്തിച്ചാൽ, ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിനക്കത് സാധിക്കും. നിനക്കേ സാധിക്കുള്ളൂ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ ജാമ്പവാനും കൂട്ടരും ഹനുമാനോട് പറഞ്ഞതിന് ശേഷമാണ് ഹനുമാൻ ലങ്കയിലേക്ക് പോയത്. അത് ചാടിപ്പോയോ, നടന്നു പോയോ, ആകാശത്ത് കൂടെ പോയോ, ഇതൊന്നും അല്ല ഇവിടെ. ആ ഫിനോമിനൻ, ആ പ്രക്രിയ, അതാണ് ഇമ്പോർട്ടന്റ്. ആ പ്രക്രിയയിനെയാണ് സാധാരണ രീതിയിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ആത്മവിശ്വാസമോ കുറവുള്ള വ്യക്തികൾക്ക് മോട്ടിവേഷൻ കൊടുത്താൽ അവരെ അടിമുടി മാറ്റാൻ സാധിക്കുമെന്ന സൈക്കോളജിക്കൽ കൺക്ലൂഷൻ രാമായണത്തിൽ നിന്നെടുത്തതിനെയാണ് ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയുക. വളരെ നല്ല എഫക്റ്റാണ്. എങ്ങനെയാണ് നമ്മുടെ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ഇത്രയും ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു വരി കൂടി ഇടയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. ഇന്നലെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തില് ഗംഭീരമായിട്ട് നമ്മുടെ ഡെവല്യൂഷൻ തിയറി, ഭാരതീയ ഗ്രന്ഥങ്ങളെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. 10,000-ഓളം പേരുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ പ്രഭാഷണം വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, 19 വയസ്സായിട്ടുണ്ടാവും, 28 അല്ലെങ്കിൽ 30 വയസ്സായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ബൈ ലുക്ക്. അവർ പറഞ്ഞു അവരുടെ പ്രൊഫസർ ഒരു ലെക്ചർ കൊടുത്തപ്പോ പാലി എന്ന ലിപിയാണ് ആദ്യം ഉണ്ടായത്, സംസ്കൃതം അല്ല ആദ്യം ഉണ്ടായത്. സംസ്കൃതം ഉപയോഗിച്ചിട്ടാണ് വേദം ഉണ്ടായതെങ്കിലും വേദം വാമൊഴിയായിട്ട് വന്നതാണ്, എഴുതി വെക്കാറില്ല, എഴുതി വെച്ചിട്ടില്ല. സംസ്കൃതം പിന്നീട് ഉണ്ടായതാണ്, പാലി ആദ്യം ഉണ്ടായതാണ്. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ആ പ്രൊഫസറോട് ശക്തിയുക്തം വാദിച്ചു, പക്ഷെ ആ പ്രൊഫസർ കൺവിൻസ്ഡ് ആയില്ല. ഞാൻ ആ കുട്ടിയോടും പറയുന്നു, നിങ്ങളോടും പറയുന്നു, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ പറയാമെന്ന് വിചാരിക്കാം പാലിയാണ് ആദ്യം ഉണ്ടായത്, സംസ്കൃതം പിന്നീട് ഉണ്ടായതാണ്, ശരി എന്ന് പറഞ്ഞേക്കണം. സംസ്കൃതം കഴിഞ്ഞ ആഴ്ചയാണ് ഉണ്ടായത് എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം, കഴിഞ്ഞ ആഴ്ചയ്ക്ക് കഴിഞ്ഞ ആഴ്ച. അപ്പൊ സംസ്കൃതം എന്നുണ്ടായി എന്നുള്ളതല്ലല്ലോ ചർച്ച. സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന രാമായണവും വേദവും മഹാഭാരതവും പുരാണങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതാണ് ഇമ്പോർട്ടന്റ്. ശ്രീരാമൻ ഷർട്ട് ഇട്ടിരുന്നു, വെരി ഗുഡ്, ശ്രീരാമൻ ഷർട്ട് ഇട്ടിരുന്നു. അന്ന് ഷർട്ടേ ഉണ്ടായിരുന്നില്ല, ശരി, ഷർട്ട് ഉണ്ടായിരുന്നില്ല, പിന്നെന്താ കുഴപ്പം? ശ്രീരാമനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഷർട്ട് ഇട്ടിട്ടുണ്ടോ ഷർട്ട് ഇട്ടിട്ടില്ലയോ എന്നുള്ളതല്ല. ശ്രീരാമൻ ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നു, അത് ശരിയാണോ? ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം, ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ എന്തിനാ രാമൻ ജീവിച്ച മാതിരിയാ നിങ്ങളിപ്പോ ജീവിക്കാൻ പോണേ? അല്ലല്ലോ. 5 പേരെ ദ്രൗപദി കെട്ടിയത് ശരിയായോ? ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം, ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യണ്ട. പാണ്ഡവർ ജീവിച്ച മാതിരി ഒന്നുമല്ലല്ലോ ഇപ്പൊ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞ വരി എന്ന് സ്മരിക്കുക. വാദിക്കാനും ജയിക്കാനും നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്, അറിയാനും അറിയിക്കാനും മാത്രം. എന്തിനാ ഇതിപ്പോ പറഞ്ഞെന്നറിയോ? ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോ ഹനുമാൻ ഒരു കുരങ്ങനായിരുന്നില്ലേ? ആയിരിക്കാം. ഹനുമാന് വാലില്ലേ? ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ ഹനുമാനോട് എങ്ങനെയാ ജാമ്പവാൻ പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഈ പറഞ്ഞതിനെ കുറിച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അല്ലാണ്ട് ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യല്ല. അല്ല ഇമ്പോർട്ടന്റ്, ഹനുമാൻ ഇഫക്റ്റിനെ കുറിച്ചെടുക്കാം. നിങ്ങൾക്കത് സാധിക്കണം. ഒരു ക്രിസ്ത്യാനിയും പരിധിക്കപ്പുറം വാദിക്കാനായിട്ട് പോവില്ല. മുസ്ലിങ്ങൾ വാദിക്കാനായിട്ടും പച്ചത്തെറിയായിട്ടും പറയാൻ ഒരു ചെറിയ വിഭാഗം പോവാറുണ്ട്. അവരുടെ ലെവലിലേക്ക് നമ്മൾ താഴണ്ട. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണ്ട. നമുക്കറിയാത്ത വിഷയങ്ങൾ, അവർക്കൊക്കെ ഓരോ പുസ്തകമേ ഉള്ളൂ. നമുക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണുള്ളത്, അല്ല ആയിരക്കണക്കിന് കൺസെപ്റ്റുകളാണുള്ളത്, ആയിരക്കണക്കിന് വിഷയങ്ങളാണുള്ളത്. അതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷമേ വാദിക്കാനും ജയിക്കാനും പോകാവൂ. പോയിട്ടും പ്രയോജനമൊന്നുമില്ല. കാരണം ഒരു പോയിന്റിന് ഉത്തരം കൊടുത്താൽ അടുത്തൊരു പോയിന്റ് ചോദ്യവുമായിട്ട് അവർക്ക് തന്നെ വരാൻ സാധിക്കും. അതുകൊണ്ട് ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ആ ഇഫക്റ്റിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.